അപ്പൊ നോക്കിക്കോ. ആർക്കാ വേണ്ടേ? മകന്റെ പേര് പറഞ്ഞു. ശ്രീജിത്ത് മജീദ്. ശ്രീജിത്ത് മജീദ്. ഇത് മകന് കൊടുത്തോളൂ. എവിടെ പോകുമ്പോഴും ഇത് കൊണ്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ കൈ പിടിച്ചാൽ മതി കേട്ടോ. പെണ്ണാണാൻ പോകുമ്പോഴൊക്കെ ഇത് കൊണ്ട് പോവുക. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിന് സാധനം ശരിക്കും വിചാരിച്ചിട്ട് നാണയം ചെയ്യും കേട്ടോ. അമാവാസിക്ക് വന്നത് ഈ മാസം അവസാനം കേട്ടോ. ഇറങ്ങി വേറെ എന്തെങ്കിലും കർമ്മം പഠിച്ചുകൂടാ? അത് ചോദിച്ചത് വേറെ എന്തെങ്കിലും കർമ്മല്ലേ നല്ലത്? മനസ്സിലായില്ല. അതിനോടാണ് വലിയ താല്പര്യമായിട്ട്. നിന്റെ കയ്യിൽ വെള്ളിയുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ പഠിപ്പിക്കണേ? ഞാൻ അതൊന്നും പറഞ്ഞില്ല. നീയൊരു എഴുതി വെക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ അത് ചെലവാക്കണമെങ്കിൽ നിന്റെ കയ്യിൽ വെള്ളി വേണ്ടേ? മനസ്സിലായില്ല. കുറച്ച് പേരും പ്രശസ്തി വേണം. എന്നാലാണ് ഇത് കൊണ്ട് ചെല്ലുമ്പോൾ കഥ കൊണ്ട് ചെല്ലുമ്പോൾ ഓരോ ഏറ്റെടുക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ പേര് സാമ്പത്തികമാണ്. ആ ഉന്നോട് വേറെ എന്തെങ്കിലും കർമ്മസ്ഥാനം പിടിക്കാൻ പറയും. ഇത് കളയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നൊക്കെ നാളൊക്കെയാണ് അത് അല്ല. ഉന്നയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം അങ്ങനെയുള്ള മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾ ഇല്ലേ? അതുകൊണ്ട് മതിയാവും. എപ്പോഴെങ്കിലും ഒരു കർമ്മസ്ഥാനം കിട്ടിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിച്ചു പോകാൻ പറ്റും. അവിടെ സൈഡായിട്ട് കൊണ്ടുപോകണം. വേറെ ജോലി നോക്കാൻ പറയാം. ഒരു 6 മാസം വരെ ഉണ്ട്. 6 മാസം കഴിഞ്ഞാണ് പേരുന്നു എല്ലാ വേണ്ടിയിട്ട് ചേട്ടത്തിന് പറഞ്ഞു വിട്ടാണ്. എന്ത് പറഞ്ഞു? അവിടെ അമ്പത്തി എന്നിട്ടില്ല. അപ്പം ചേട്ടൻ്റെ കമ്മിറ്റിയാണ് അത്. കമ്മിറ്റി ചേട്ടത്തിന് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ കുറച്ച് നാൾ മാറ്റി നിർത്തുകയല്ലേ? അല്ല, പൂർണ്ണമായിട്ട് മാറ്റി തരാൻ. അതിങ്ങനെ പിന്നാളരല്ലേ ബന്ധം ഏർപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. പിന്നെ പുള്ളിയുടെ പുള്ളി സ്വപ്നകാലം വരെ പുള്ളി നമുക്ക് കളയിച്ച് വെക്കണം. അവര് ഇത് ഒഴിഞ്ഞു പോകാതിരിക്കാൻ പ്രവർത്തിക്കും. ഉണ്ണി വേണ്ടാന്നിരിക്കാൻ പ്രവർത്തിക്കും. അപ്പം എന്തായാലും അതായത് നിന്റെ കൂടെ പറഞ്ഞ ഉണ്ണിയുടെ പിണിയാളരില്ലേ, അത് ബന്ധം വേർപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിശ്ചയിക്കാം. നിന്റെ കൂടെ പറഞ്ഞ ഉണ്ണി ബന്ധം വേർപ്പെടുത്താൻ നിശ്ചയിക്കാം. മനസ്സിലാവണ്ട? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. ഒരാൾ വേണമെന്ന് വയ്ക്കാം, ഒരാൾ വേണ്ടാന്ന് വയ്ക്കാം. വേണ്ടാന്ന് വയ്ക്കാനായിട്ട് പ്രാർത്ഥന വയ്ക്കാം, ഒരാൾ വേണമെന്ന് വയ്ക്കാൻ പ്രാർത്ഥന വയ്ക്കാം. അപ്പോൾ എന്താ ചെയ്യാമെന്നാ ചോദ്യം? രണ്ടുപേരുടെ ന്യായം വിളിക്കും. ചെറിയൊരു പാകപ്പഴവാണ്. അത് പറഞ്ഞു തീർക്കാവുന്ന പഴവുള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞു. മനസ്സിലാവണ്ട? പിന്നെ നിത്യം വരുമോ ആ ഉണ്ണി? ആ കർമ്മം പ്രവർത്തിക്കുന്ന ഉണ്ണി നിത്യം വരുമോ ഭവനത്തിൽ? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായ ഇത് പറഞ്ഞു കൊടുക്കും.
വീട്ടിലേക്ക് തിരിച്ചു വരിക. അത് തന്നെ ഞാനും പറഞ്ഞത്. മനസ്സിലായ? അതെനിക്ക് മനസ്സിലായി. ആ ഉണ്ണിയുടെ അരികിലേക്ക് എത്തുന്നില്ല. അത് തന്നെ കുഴപ്പം. അല്ല, അത് തന്നെ കുഴപ്പം. മനസ്സിലാവണ്ട. നീ വ്രതശുദ്ധി ആചരിക്കുന്ന, നീ ദേവനെ പൂജിക്കുന്ന കണക്കൊന്നും അവിടെ അറിയേണ്ട കാര്യമില്ല. ഇപ്പം മനസ്സിലായ? എൻ്റെ അധികാരി പറഞ്ഞതിൻ്റെ കഥ മനസ്സിലായി. അത് കിട്ടാതെ കണ്ട് വരുമ്പോഴാണ് ഈ വക കുഴപ്പങ്ങളുണ്ടാകും. അതാണ് ഒരു 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 പീഠത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനത് മര്യാദയ്ക്കാക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഇതന്നെ കുഴപ്പമുള്ളൂ. മനസ്സിലായില്ല? സ്നേഹബന്ധം കുറയാം, അതാണ് കുഴപ്പം. മനസ്സിലായ ഉണ്ണിക്ക്? നിന്റെ പണിയാളരോട് നിനക്കുള്ള ഇഷ്ടബന്ധം കുറയുന്ന സമയത്ത് അവർക്ക് എന്താ തോന്നുക? പ്രത്യേക നിങ്ങാരൊരു പൂജാതി കർമ്മം പ്രവർത്തിക്കുന്നില്ല. പല ഉണ്ണികളായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നാണ് നിശ്ചയിക്കാറ്. മനസ്സിലായ? എൻ്റെ അരികിലേക്ക് വരില്ല, കാണാൻ ചെല്ലുന്ന സമയത്ത് കാണാൻ പറ്റില്ല. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഇത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാവില്ലേ? മനസ്സിലായ? ഞാൻ പറഞ്ഞു. ഇതറിഞ്ഞത് കൊണ്ട് തന്നെ ഞാനും പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് പറയാതെന്നുണ്ട. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എൻ്റെ അധികാരി പറഞ്ഞു. ആ ഉണ്ണിക്ക് കിട്ടേണ്ട ചില ശാരീരികമായ സുഖങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ ആ ഉണ്ണി മറ്റൊരു ഉണ്ണികളായിട്ട് ചേർത്ത് വെച്ച് പറയാം. മനസ്സിലായ കഥ? ഉണ്ണികളുടെ ബന്ധപ്പെട്ട അധികാരികൾ അപ്പുറപ്പുറന്ന് നമ്മൾ കാര്യങ്ങൾ പറയാം. മനസ്സിലാവില്ല? ദേവനെ പൂജിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. മനസ്സിലായില്ല? എൻ്റെ അട്ടക്കാരൻ 2 സന്താനങ്ങൾക്ക് പിതാവാ. എൻ്റെ കർമ്മം മാത്രം മംഗല്യം കഴിച്ചിട്ടില്ല എന്നുള്ളൂ. മനസ്സിലായില്ല? എൻ്റെ കാര്യങ്ങൾക്ക് വരുമ്പോൾ ചിട്ടവട്ടം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് നീ അങ്ങനെ വേണമെങ്കിലായിരിക്കും. മനസ്സിലായ? മറ്റുള്ള പെൺസന്താനങ്ങളെടുത്ത് പോകാനല്ല പറഞ്ഞു. നിന്റെ ഉണ്ണി സന്താനത്തിൻ്റെ ഉണ്ണിക്ക് എന്താ നിശ്ചയം? എൻ്റെ അടുത്ത് വരില്ല, അവർ വേറെ ആരും അടുത്ത് പോകുന്നു. ഇപ്പൊ കഥ മനസ്സിലായ? നീ ഇതിലും വിശദീകരിച്ച് പറയണ്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിനക്ക്? എൻ്റെ സന്തോഷം ഉണ്ടായിട്ട് കാര്യമില്ല. നിന്റെ കുടുംബത്തിലെ ഭവനം ശിഥിലമായ കഴിഞ്ഞില്ലേ, പിന്നെ എനിക്കെന്ത് സന്തോഷം? മനസ്സിലായില്ല? പിന്നെ എനിക്കെന്ത് സന്തോഷം? ഇന്ന് എന്നോട് എന്താ പറഞ്ഞു? എൻ്റെ മകനും പിതാവും ഒക്കെ നീയ. എൻ്റെ കാലശേഷം നിന്നെ ആര് നോക്കുമെന്ന് എനിക്കറിയില്ല എന്ന് എന്നോട് പറഞ്ഞേക്കണം. മനസ്സിലാവണ്ട? എനിക്കൊരു വിവാഹബന്ധം വേണ്ട. എൻ്റെ തിരുമുമ്പിൽ വന്നിട്ട് അവർ പെൺസന്താനം പറഞ്ഞ എൻ്റെ അധികാരിനെ വേണമെന്ന് എന്നോട് കൊടുക്കാൻ. മനസ്സിലായ നിനക്ക്? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കഥ മനസ്സിലായ? നിന്റെ ഇല്ലത്ത് ഞാൻ ഇരിക്കുന്ന കണക്കല്ല കാര്യം. നിന്റെ കൂടെ പിറന്ന ഉണ്ണി മംഗല്യം കഴിച്ച പെൺസന്താനത്തിന് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ട് കാലം കുറച്ച് അത് മാറ്റാൻ പറ്റില്ല. അത് ആര് മാറ്റണം? മനസ്സിലാവണ്ട? അതാ ചോദിച്ച 7 നാൾ കുടുംബങ്ങളും 1 നാൾ ഭവനത്തിലെത്തുമെന്ന് ചോദിച്ചതിൻ്റെ കഥ മനസ്സിലായ നിനക്ക്? അപ്പൊ അടുത്തുള്ള ഇല്ലം കൈപ്പിടിച്ചോ. അടുത്തുള്ള ഇല്ല ഏതെങ്കിലും പൂജാതി കർമ്മങ്ങൾക്ക് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അവിടെ ഒരു ഇല്ലം തരപ്പെടുത്തി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ വക കുഴപ്പങ്ങളൊക്കെ എത്തുന്നു. മനസ്സിലായ? മനസ്സിലായ നിനക്ക്? എനിക്ക് ശാരീരിക സുഖം കിട്ടണില്ല എന്നാ പറയണേ. അതും ചോദിക്കുന്നത് എന്നോട് തന്നെയാണ്. അപ്പൊ എന്താ വേണ്ടേ? എനിക്ക് കൊടുക്കാൻ പറ്റില്ല, പറ്റൂ. ഞാൻ അതിനുള്ള വഴി ഉണ്ടാക്കി തന്നിട്ട് ആ ഉണ്ണിയെ കൊണ്ട് കൊടുപ്പിക്കാം, അത്രേ പറ്റുള്ളൂ. മനസ്സിലായ നിനക്ക്? ഞാൻ പറഞ്ഞതിന്റെ കഥ ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇല്ലെങ്കിൽ ഉണ്ണിയ ആ പൂജാതി കർമ്മം വഹിക്കുന്ന ആലയത്തിന്റെ അരികിൽ ഏതെങ്കിലും ഒരു ഭവനം തരപ്പെടുത്തി അവിടെ തങ്ങിപ്പാർത്തു. അപ്പൊ കുഴപ്പം തീർന്നില്ലേ? അപ്പൊ കുഴപ്പം തീർന്നാ? അങ്ങനൊക്കെ തരപ്പെടുത്താൻ. മനസ്സിലായ? പൊക്കോ. പിന്നെന്താ വേണ്ടേ? അത് ഞാൻ ശരിയാക്കി തരാം.
അത് ഞാൻ ബലപ്പെടുത്തിക്കാം. അടുത്ത മാസം കേട്ട പേരിലായിരുന്നു. കർമ്മമുണ്ട്, കർമ്മം ഇന്ന സ്ഥലത്തൊന്നും എന്നോട് പറയുന്നു. എങ്ങനെയും നിന്റെ മാതാവ് പറഞ്ഞാലേ നീ പോയ പോലെ തന്നെ തിരിച്ചു വരും. അടുത്തതിന് എൻ്റെ ഉടപ്പുറന്നുള്ള കാളിയെടുത്ത് പോയി ഒരു സന്തോഷം അറിയിച്ചിട്ട് പോലെ നാളെ പുലർക്കാലെ എൻ്റെ കാളി 7 ദിനം അടച്ചിട്ട് നാളെ തുറക്കുന്ന ദിവസം ഒന്ന് പോയി കണ്ടു വണങ്ങി പോരെ, എന്നിട്ട് പറഞ്ഞു പോരെ കർമ്മം ഞാൻ നന്നേക്കാം കേട്ടോ. ഓക്കെ. പറ്റില്ല. നിനക്ക് എന്ത് വന്നാലും ഇതല്ലേ ഉള്ളൂ താങ്ങ. നീ ജന്മം നൽകിയ സന്താനങ്ങൾ വരെ നിന്റെ കൂടെ നിൽക്കില്ല. നിൽക്കോ? മനസ്സിലായില്ല? നിന്റെ കൂടെ നിൽക്കുമെന്ന്. അവരൊക്കെ വില്യം പേരായിട്ട് ഓരോരോ വഴിക്ക് പോയില്ലേ. ഇപ്പം ആ ഉണ്ണി അവിടെ നിന്ന് വടക്കുന്ന് തെക്കോട്ട് വന്നില്ലേ, ഒരു ഉണ്ണി ഇവിടെ നിന്ന് പോയില്ലേ. ഞാൻ ഉണ്ണിനെ വേറെ ദിക്കിലേക്ക് ഞാൻ കർമ്മത്തിന് എടുത്തു നോക്കണമല്ലേ. അപ്പം നിനക്ക് തുണയായിട്ട് നിൽക്കേണ്ട ആരാ? ഇതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉണ്ണി എന്നോട് പറഞ്ഞൊരു പരിഭവം നിന്നോട് പറഞ്ഞു. ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്നെ വഴക്ക് പറയുന്നു. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് കൂടിക്കൂടി വരുന്നു എന്നാ പറഞ്ഞു. ഇത്രയും കാലം ഉണ്ടായില്ല, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതൊക്കെ ചെയ്ത് തീർത്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഇപ്പോൾ. അതാ ചോദിച്ചത് എന്താണ് അതിൽ നിന്ന് കുറയ്ക്കും. അത് ഞാൻ തരാം. നന്നായി വരുന്നത് അതിന് പൈസ ശമ്പളം കിട്ടിയാൽ മുഹമ്മദ് ഫാസിൽ കൽപ്പറ്റ റാട്ടത്തിൽ ആ ചെക്കൻ്റെ പൈസ എനിക്ക് 4 10 അവൻ ഞാൻ ഇന്നലെ കൊടുക്കില്ല എന്ന് പറഞ്ഞ എന്നോട് സത്യം പറഞ്ഞാലാണ് അല്ലേ? ആണ് സ്വാമി ഒന്ന് എന്ത് ചെയ്യണമെന്ന് നാളെ അവൻ ഇതിൽ ഡിസ്കൗണ്ടാണ്. അവൻ പിടിക്കപ്പെട്ട അതിൻ്റെ കംപ്ലീറ്റ് അല്ല ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഉത്സന്ധാനത്തിൻ്റെ അടുത്ത് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന് പിന്നാലെ ചകഞ്ഞു പോയാൽ പിന്നെ എൻ്റെ അടുത്ത് വരരുന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഉണ്ണിട്ട് പറഞ്ഞിട്ട് മനസ്സിലായ? ആ ഉണ്ണിക്ക് വെള്ളിട്ട് കൊടുക്കണ്ടേ? ഈ പൊരുൾ വാങ്ങാൻ വെള്ളിട്ട് കൊടുക്കുന്നത് നിന്റെ ഉണ്ണിയാണ്. മനസ്സിലായ? അപ്പം നിന്റെ ഉണ്ണിയുടെ പക്കല് വന്നാൽ വെള്ളിക്ക് രേഖയുണ്ടാവും ഇല്ലേ? അപ്പം അത് കഴിഞ്ഞ് 5-6 ദിനം കഴിയുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കും അല്ലേ? അതെന്താ? ഇത് വാങ്ങി പൊരുൾ വാങ്ങി തിരിച്ച് വെച്ചപ്പോൾ വെള്ളി വന്ന് ഇത് ഇട്ട് കൊടുക്കും. മനസ്സിലായ? അപ്പോൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉണ്ണി കൊടുക്കും. ഇനി അങ്ങനെയുള്ള ഏടാകുളത്തിൽ പോയി ചെയ്യുന്നത് എന്നോട് വന്നു കഴിഞ്ഞാൽ ഞാൻ കയറ്റിട്ടില്ല. 2 വട്ടം ഞാൻ കയറ്റി കൊടുത്തു. അത് ഈ ഉണ്ണിയുടെ വാക്ക് കേട്ടിട്ടാണ്. മനസ്സിലായ? അതൊക്കെ വിറ്റ് തരാം. മണ്ണ് കൊണ്ടുപോകും. ഇനി വഴക്ക് കൂടും. ഇവിടെ വന്ന് സ്വാമിക്കറിഞ്ഞ് ഞങ്ങളിതുണ്ടായ സമയത്ത് ഞങ്ങൾ കൂടെ വന്നു. അന്ന് സ്വാമിൻ്റെ അടുത്ത് അത്രേ പരാതി പറഞ്ഞു. അന്ന് കേട്ടിട്ട് പിന്നെ ഒരു ഉഴപ്പും ഉണ്ടായിട്ടില്ല. ഒരു 6 മാസം കഴിഞ്ഞു വീണ്ടും 2ാമത് അപ്പം ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാണ്ട് ഞാൻ നോക്കാം. ഉണ്ണിയുടെ കാര്യം ഞാൻ ചോദിച്ചത് ഒപ്പോ സമാധാനമൊക്കെ ഞാൻ തന്നേക്കാം. എനിക്കെന്താ പേര്? നിൻ്റെ ഒരു സന്താനത്തിന് കർമ്മം മംഗല്യം കഴിച്ചു കൊടുത്ത് ഞാൻ തന്നെയാണ്. കർമ്മം തന്നത് ഞാൻ തന്നെയാണ്. ഇപ്പം കർമ്മസ്ഥാനം മാറ്റി കിട്ടണമെന്ന് പറഞ്ഞാൽ അത് മാറ്റി തന്നത് ഞാൻ തന്നെയാണ്.
അല്ലേ? ഇനിയിപ്പോൾ ആ ഒരു ഉണ്ണിക്കും കൂടി ഒരു കർമ്മം കിട്ടിയെങ്കിൽ സന്തോഷമല്ലേ? എന്തിനാ തല്ലോടുന്ന ചോദ്യം പേര് ആ മറ്റേ ചെക്കൻ്റെ പേര് പേര് എൻ്റെ ഒരു ഭവനം കണ്ടു പോയിട്ട് അത് എഴുതി കൊടുക്കും. അതൊരിച്ചിരി സുഖമില്ലാത്ത കർമ്മസ്ഥാനം. മനസ്സിലായില്ല. അപകട സംഖ്യ കൂടുതലുള്ളതെന്നാണ് പറഞ്ഞുള്ളൂ. നിന്റെ ഉണ്ണിക്ക് കുട്ടിക്കളി കൂടുതലാണ്. കുട്ടിക്കളിയുള്ള ഉണ്ണിയൊന്നും അവിടെ കയറി നിൽക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? അത് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി. അത് ഇച്ചിരി കുട്ടി അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ല. ആൾക്ക് കാര്യപ്രാപ്തിയില്ല, അതായത് കളി കൂടുതലാണ്. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. ആ ഉന്നോട് ചോദിക്കും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് തുറത്താൽ അപകടം വരുന്നൊരു സ്ഥലമാണ്. മനസ്സിലായില്ലേ? ശ്രദ്ധ എപ്പോഴും വേണം. ഒരേ കാൽപാദം എടുത്ത് വയ്ക്കുമ്പോൾ മാത്രം ശ്രദ്ധ വേണം. മനസ്സിലായില്ല? ഒന്ന് കൂട്ടിച്ചിരിമ്പാലേ കത്തിപ്പുക വരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അത്രയും അപകടമുള്ള മേഖല. അതിൻ്റെ തന്നെ വേറെ ഭാഗങ്ങളുണ്ട്, അവിടെയല്ല. ഇതാണ് കൂടുതൽ അപകട മേഖല. ആ സ്ഥലത്തേക്ക് ഉണ്ണിനെ കയറ്റി വയ്ക്കാന്ന് പറഞ്ഞു. ഉണ്ണിയുടെ കുട്ടിക്കളി ഇല്ലാതെ കണ്ട് അവിടെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. എല്ലാം കഴിച്ചിട്ടാണ് ഉണ്ണിക്കാതെ. പക്ഷെ അതിനേറെ ഇപ്പുറത്ത് അവൻ്റെ പേര് നക്ഷത്രം പിന്നെ ഫ്ലാറ്റിൻ്റെ പേര് എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. ഞാനെന്താ പറഞ്ഞേ? നിന്റെ വെല്ലല്ലേ എനിക്ക് എൻ്റെ ഉണ്ണിയെ വേണ്ടേ? നീ വരുന്നതിന് മുമ്പ് വന്നതായി മുതൽ പറഞ്ഞതൊക്കെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? ഉണ്ണിയുടെ മംഗല്യം ഞാൻ കണ്ടുപിടിച്ച ഉണ്ണിയാ. നീ കണ്ടുപിടിച്ചോ? നിന്റെ കുലക്കാര് കണ്ടുപിടിച്ചല്ലാന്ന്. ഞാൻ കണ്ടുപിടിച്ച ഉണ്ണിയാ. ഇപ്പോഴും ആ കർമ്മസ്ഥാനത്ത് ആ ഒരു പെൺസന്താനം മേലാധികാരിയും എൻ്റെ ഉണ്ണിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ പറഞ്ഞേ? നിനക്ക് ഞാൻ ആ ഇല്ലത്തുനിന്ന് മാറ്റിത്തരാന്ന് പറഞ്ഞു. അത് മാറ്റി നിന്നും മേടമാസ വിഷപ്പുലരിക്ക് ഞാൻ അന്നം കഴിക്കുന്ന നിന്റെ ഉണ്ണിനെ ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു. അതിൻ്റെ പൂർണ്ണ ചിത്രം വരച്ചു തന്നു. മനസ്സിലായില്ലേ? അപ്പം അതിനെ പറഞ്ഞു എനിക്ക് വെള്ളിയല്ല കാര്യം. മനസ്സിലായില്ല? അപ്പം അത് പൂർത്തീകരിച്ചു തരാം. അങ്ങനെ വെള്ളി വന്നേ അധികം വെള്ളിക്കെടുത്താണ് അല്ലേ? അതന്നെ അധികം വെള്ളിക്കെടുത്താണെന്ന് ചോദിച്ചു. അല്ലാണ്ട് അധികാരികളുടെ രേഖസ്ഥലത്തൊന്നല്ല. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വെള്ളിയ ആ ഉള്ളി ശല്യം ചെയ്യാം. അതും അതിൻ്റെ അപ്പുറം കൊടുത്തു അല്ലേ? ഇനി എത്ര കൊടുക്കാനുണ്ട്? ഇത്രയല്ലേ ഉള്ളൂ? ഇത്രയല്ലേ ഉള്ളൂ? നീ ആ ഉണ്ണിയുടെ പേര് എഴുതി കൊടുത്തു. ഇതൊക്കെ ആ ഉണ്ണിക്ക് അറിയോന്ന് ചോദിച്ചു. നിന്റെ നിന്ന് കിട്ടിയ ഉണ്ണിക്ക് അറിയോ? ഈ വെള്ളിയുടെ നീക്ക് പോക്കൊക്കെ അറിയോന്ന ചോദ്യം. നിന്റെ നക്ഷത്രം പറഞ്ഞ ഉണ്ണി സമയം നല്ലതാ. നിന്റെ നിന്ന് കിട്ടിയ ഉണ്ണിയുടെയോ? അതിലെന്തൊക്കെ എത്രയാ മതി? വ്യാഴം പതിനില്ല. നിന്റെ വ്യാഴം പതിനില്ല. ഉണ്ണിനെ എവിടെയും കൊണ്ടുപോകണ്ട. ഉണ്ണിനെ എവിടെയെങ്കിലും വഴിപാടുണ്ടോ കൊണ്ടുപോകാൻ? അപ്പോൾ അതെല്ലാം ചോദിച്ചുള്ള വഴിപാടിനൊന്നും കിട്ടുള്ളൂ. ഞാൻ സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ കൊണ്ടുപോക്കോ. അപ്പോൾ ഇതേ നീ കൊടുക്കാനുള്ള ഉണ്ണിയുള്ള പേരൊക്കെ എഴുതി കൊടുത്തു. നിങ്ങളുടെ 3 പേരെ പേരിൽ ഒരു 10 കർമ്മം, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഭവനത്തിൻ്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ്. നീ അവിടെ എന്താ പൊതിഞ്ഞു വെച്ചേക്കണേ? പിടിക്കാം
വല്ലതും സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടോ? എൻ്റെ ഇല്ലത്തി പണിക്കറില്ലത്തി അല്ലേ? അത് കൂടാണ്ട് കാളിയില്ലത്തിക്ക് വല്ല സങ്കല്പം ഉണ്ടോ? വിളക്ക അതെന്താ കൊടുക്കാത്ത? അത് നീ അറിയണ്ട, നീ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. മനസ്സിലായില്ല? ആളവിടെ ഇല്ലേ? ആളവിടെ ഉണ്ടല്ലേ? ആളവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ആളൊരു ചെറിയ ആലയത്തിലേക്ക് മാറ്റി വെച്ചില്ലല്ലോ ഉള്ളൂ. വിപുലമായിട്ടല്ലേ വെട്ടിപ്പണിനെ. അങ്ങനത്തെ ഒരു സ്ഥലം തന്നെ കണ്ട നീ ഒന്ന് കൊണ്ടു കൊടുത്തു. കുറുമ്പല്ലേ? കുറുമ്പല്ലേ? ആ കൊടുത്തു, അത് കൊണ്ട് കൊടുത്തു. പിന്നെ എങ്ങനെയാ ദീപം തെളിഞ്ഞല്ലേ ശോഭ ഉണ്ടാവുള്ളൂ. എന്നാലും നിന്റെ ഭവനം ശോഭയിൽ വരുള്ളൂ അല്ലേ? അത് കൊടുത്താൽ കണക്ക് തെറ്റി. എൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് അത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഉണ്ണിസന്താനത്തിന് ഒഴിഞ്ഞു കാണിച്ച ഒരു പിടി വെള്ളിക്കറുത്ത പട്ടിലായിട്ട് പൊതിഞ്ഞു വെച്ച് അടുത്താണ്ടക്കൂടെ ഇരുമുടിക്കാരൻ്റെ ആസ്ഥാനത്തേക്ക് ആരെങ്കിലും പോകുമ്പോൾ ഈ ഒഴിഞ്ഞു വെച്ച വെള്ളിയങ്ങോട്ട് കൊടുത്തേക്കാം. 6-7 വയസ്സ് കാലപ്രായം ഉണ്ണി തന്നെ പേടി കൂടാതെ കണ്ട് നടക്കാവുന്ന കാലത്ത് അങ്ങോട്ട് കൊണ്ടുവന്നേക്കാന്ന് പറയാം. അതാ ഓക്കെ. പേര് പറഞ്ഞ നക്ഷത്രം പറഞ്ഞു. ആ സ്ഥാപനത്തിന് പേരുണ്ട? ആ വ്യാപാരശാലയ്ക്ക് പേരുണ്ട? ഉണ്ട്, നദീ സോസ് ഉണ്ട്. 2 പേരും 2 കട നടക്കുന്നത്. സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് വല്ലതും കിട്ടുക? അല്ല പൊടിയായിട്ടുള്ള വസ്തുക്കളോ ഒറ്റകളോ കോഴിമുട്ടയോ അല്ലെങ്കിൽ ഒരു ചെമ്പോലത്തകടോ കിട്ടിയോന്ന്? ഇപ്പോൾ കിട്ടിയെന്നും ഞാൻ ചോദിച്ചിട്ടില്ല. മതി, അതിന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കിട്ടിയെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളാ എടുത്ത കാലം തൊട്ട് ഇന്നലെ വരെയുള്ള ചരിത്രം ചോദിച്ചു. ഭക്ഷണമായി കട മതി. ഇതിൽ ആരെങ്കിലും വേറെ തുടങ്ങിയിട്ടുണ്ടോ? 5-6 ആളെ കൊടുത്ത് അപ്പുറത്തേക്ക് മതി, ഇപ്പുറത്തേക്ക് വേണ്ട. നിങ്ങളുടെ നക്ഷത്രം പറഞ്ഞു. എന്നിട്ട് അത് എന്ത് ചെയ്തു? കൈകൊണ്ടിരുത്താം. രണ്ട് സ്ഥാപനത്തിൻ്റെ പേര് പോയിട്ട് കർമ്മം പ്രവർത്തിച്ചോ. ആ സ്ഥാപനത്തിൻ്റെ തിരുമുമ്പിന് ഓരോന്നും മണ്ണ്. അതിന് അക്കല്ലേ മുറിയിറക്കി? ഏത് ദേശത്ത് ഇന്ന ഭാഗത്ത് കിടക്കുന്ന ഇന്ന മുറിയറ എന്നും പറഞ്ഞൊരു അക്കല്ലേ? ആ മുറിയറയും ഒരു അക്കുണ്ടാവും. അത് എഴുതിക്കൊണ്ട് 2 പേരുടെ ഞാൻ വഴി ഉണ്ടാക്കിയത്. ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം വഴി. മനസ്സിലാവണ്ട? അതവിടെ എഴുതി തരും. ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം വഴി കൊണ്ടുവന്നേക്കണം. മനസ്സിലാവണ്ട? ഉണ്ണിയിൽ തങ്ങി പാർക്കുന്ന ഭവനത്തിൻ്റെ 4 ഭാഗത്തൊരുന്നുള്ള മണ്ണ് വേറെ. അതുകൂടാണ്ട് ഈ സ്ഥാപനത്തിൻ്റെ തിരുമുമ്പിൽ ഓരോന്നും തിരിച്ചു കൊണ്ടുവന്നേക്കണം. അതുപോലെ തന്നെ എതിരിൽ ഇതേപോലുള്ള സ്ഥാപനം നടത്തുന്ന പുണ്യുള്ള പേര് എഴുതിത്തുന്നു. ഞാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. കൂടെ പറഞ്ഞല്ലേ? അത് മനസ്സിലായി. കൂടപ്പുറപ്പ് തന്നെയല്ലേ? വിത്ത് പിതാവിൻ്റെ അല്ലേ? പാത്രം മാതാവിനുള്ളൂ അല്ലേ? വിത്ത് പാത്രത്തിൽ പാകാണ്ട് മുളയ്ക്കില്ല. മുളയ്ക്കോ? പിതാവല്ലേ? പിതാവിന്റെ പേരിൽ അറിയുള്ളൂ, മാതാവിന്റെ പേരിൽ അറിയൂ. നിന്റെ പിതാവിന്റെ പേരിലല്ല അറിയുള്ളൂ, മാതാവിന്റെ പേരിൽ അറിയൂ. ഇല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി പൊന്നിക്ക് ഇല്ലേ? കൂടപ്പുറപ്പ് തന്നെയല്ലേ? മാതാവ് നിന്റെ മാതാവല്ല, വേറെ മാതാവെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പിതാവ് ഒന്നാ, ശരിയല്ലേ? അപ്പൊ അവരൊക്കെ പേരെഴുതി വാങ്ങിച്ചാൽ വഴി ഉണ്ടാക്കി തറക്കണ്ടെന്ന് എനിക്കറിയാം.
അതൊക്കെ തേയിലയാണ്. അപ്പം ഒരു മധ്യസ്ഥത വന്ന് ഇരിക്കുക. ആ അത് തേയിലടക്കം വിളിച്ചോ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് സ്ഥാപനത്തിൻ്റെ തിരിച്ചിട്ടുണ്ടെങ്കിൽ വന്നതാണ്. പിന്നെ ഓരോ നെയ്യ് ശരീരം കൊണ്ടുവരണം, ചുറ്റും മദ്യം കൊണ്ടുവരണം, ഒരു കോഴിമുണ്ട് കൊണ്ടുവരണം. പിന്നെ രണ്ടുപേര് രണ്ട് സ്ഥാപനത്തിൻ്റെ പേരിൽ കർമ്മങ്ങളാണ്. 20 കർമ്മങ്ങൾക്ക് 20 ലക്ഷത്തിൻ്റെ ചെലവ് വരും. പിന്നെ നിങ്ങളുടെ പേര് കടക്കണമെങ്കിൽ 4 ചെലവ് വരും. അപ്പം 25 ചെലവ് വരും. ഇന്ന് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു നാണയത്തിൽ ശരീരം ചെയ്യുക. എന്നിട്ട് ആ നാണയം തൂകിലെടുത്ത് വയ്ക്കുക. അത് ചൊവ്വാഴ്ച വരിക. ചൊവ്വാഴ്ച വരുമ്പോൾ ഈ തൂകിൽ തിരിച്ചു കൊണ്ടുവരണം. 29,000 രൂപ കൊണ്ടുവരണം. ഈ പറഞ്ഞ കാര്യങ്ങളും കൊണ്ടുവരണം കേട്ടോ. ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച കേട്ടോ. നീട്ടി കൊണ്ടുപോകണ്ട കേട്ടോ. എല്ലാവരും പേരൊക്കെ നീട്ടിട്ടുണ്ട്. പേര് നക്ഷത്രങ്ങൾ ഭവനത്തിന്റെ തിരുമുമ്പിന്ന് വന്ന് 2 സ്ഥാപനത്തിന്റെ തിരുമുമ്പിന്ന് വന്ന് വേറെ വേറെ ക്ഷണിച്ചേക്ക് കൊണ്ടുവന്നേ ഇറങ്ങി ഇറങ്ങിക്കോളൂ. അടുത്താൾ വരുമോ? ശരി. ആദ്യം ഏജൻസിക്ക് ഇത് നക്ഷത്രം പാസ്പോർട്ട് ആദ്യം വലിയ കൊടുത്തു നിങ്ങൾ എന്താ പറയണത്? നിങ്ങളോട് അവർ ഡേറ്റ് ലാസ്റ്റ് സംസാരിച്ചത് ജൂണിൽ തരാമെന്നാണ് പറയുന്നത്. പറ്റുന്ന പോലെ എമൗണ്ട് കുറച്ചിട്ട് തരാമെന്നാണ്. അങ്ങനെ പൈസ തിരിച്ചു തരാം. പൈസ തിരിച്ചു തരാം. അപ്പോൾ പിന്നെ അവരങ്ങനെ പൈസ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവർ പൈസ തിരിച്ചു തരാം. എത്ര വാങ്ങിച്ചത്? 18 മേടിച്ചത് 4 ലക്ഷം രൂപ. ആ ഉണ്ണിയായിട്ട് എന്താ തർക്കത്തിന്റെ എന്താ കാര്യം എന്ന് ചോദിച്ചേ. ഇപ്പോ ഓട്ടംപള്ളിക്ക് വിളിച്ചില്ലെന്ന് പറഞ്ഞല്ലോ, അതെന്താ കാര്യം? ആദ്യം ഞങ്ങൾ പോലീസുകാരനായിരുന്നു. ഒരു കടയ്ക്ക് ഞാൻ കട ചെയ്തുകൊണ്ടിരിക്കുന്നു. പെൻഷൻ നിൽക്കുന്നതിൻ്റെ കൂടെ കട കൂടി. അപ്പോൾ എന്നെ ഒത്തിരി കളിപ്പിച്ചു. കാശ് മേടിച്ചിട്ടെന്ന് പറഞ്ഞ് 2ാമത് കേസ് കൊടുത്തു. പിന്നെയും മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അച്ഛൻ പേര് അനുവാദം ചോദിച്ചിട്ട് കര വെച്ചു. എനിക്ക് സ്ഥലമില്ല, അതിനകത്ത് കര വെച്ചു. ഒടിയിൽ ഈ പുള്ളി അവരെ എഴുതി മേടിച്ചു. ഈ പോലീസുകാരൻ എഴുതി മേടിച്ചിട്ട് ഒരാൾക്ക് പെങ്ങളെയാണെന്നും പറഞ്ഞ് പെങ്ങളെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുക. ഈ പറഞ്ഞ കഥയൊന്നും എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയാ ഉണ്ണേ നിന്റെ മണ്ണ് വേറെ ആളുടെ പേരിൽ എഴുതി വാങ്ങാൻ പറ്റുക? അല്ല, അച്ഛൻ്റെ പേര് കിടക്കുന്നു. ആ, അത് പിതാവ് എഴുതി കൊടുക്കണ്ടേ? എഴുതി കൊടുത്തിരുന്ന എന്തൊക്കെ അതിന് തെറ്റിച്ചോട്ടെ, മനസ്സിലായില്ല. അതിരുന്നല്ല അവിടെ വിഷയം വരും. അവസാനം ആരുടെ പേരിലാണ് മണ്ണ്? അച്ഛൻ്റെ പേര്. അത് പിതാവ് ആർക്കെങ്കിലും കൊടുക്കണ്ട, ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കണം അല്ലേ? അല്ലാതെ കണ്ടു മാറും. അല്ലാതെ അവരൊരു ചെറിയ കള്ളപ്രമാണം. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യം എന്തെങ്കിലും പറയണേ. അതെങ്ങനെ ഉണ്ടാക്കണേ? ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് കോടതി പല പ്രാവശ്യം വിധിച്ച് പിന്നെ കേസ് കൊടുക്കും. അപ്പൊ പിന്നെ എന്താ വിധി വന്നെങ്ങനെയാ? ഉണ്ണിയുള്ള ഭാഗത്ത് ന്യായമുണ്ട്. അങ്ങനെ കള്ളത്തരത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ആ കള്ളത്തരത്തിന് മേലാധികാരി വരെ കൂട്ടുന്നില്ലേ, ആ ഉണ്ണി വരെ അതിൽ ഇല്ലേ? മനസ്സിലായില്ല. ഇത് അവിടെ കടലാസ് കൊണ്ട് കൊടുക്കുമ്പോഴേ ഇതൊക്കെ വായിച്ച് കേൾക്കും. ഇതിനാരെങ്കിലും അധികാരികളുണ്ടായി ഇന്ന ആളുടെ പേരിൽ കിടക്കണ ഇത്ര പിടി മണ്ണി ഇന്ന ഉണ്ണിക്ക് ഇത്ര വെള്ളിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇഷ്ടദാനമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതി 2-3 വട്ടം എഴുതി വായിച്ച് ഒപ്പുവയ്ക്കുമ്പോൾ ഇതിൻ്റെ അധികാരികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മനസ്സിലായി. അല്ലാണ്ട് വെറുതെ മണ്ണ് വാങ്ങിച്ചിട്ട് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും ഉണ്ണിയെ? എന്താ ഈ പറയണേ നിങ്ങൾ? ഞാൻ ഉണ്ണിയുടെ പഴി പറയാൻ വിളിച്ചതല്ല, ശരിയല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഉണ്ണി എന്തിനാ എഴുതി ഒപ്പ് വെച്ച് കൊടുത്തേ? ഞാൻ വെച്ചു. ആര്? പിതാവ് കൊടുത്തു. പിതാവ് കൊടുത്തെന്ന് പറഞ്ഞൊരു പ്രമാണം ഉണ്ടാക്കി. പിതാവിന്റെ രൂപരേഖ നിനക്ക് കണ്ടറിഞ്ഞൂടെ? അറിയാം, അത് വേറൊരു വസ്തുവായിട്ട് എഴുതി കൊടുത്തിരിക്കും. വേറൊരു പ്രമാണം പോലെ എഴുതി. ഈ പ്രമാണത്തിൻ്റെ വസ്തു അച്ഛൻ്റെ പേരിൽ ഇപ്പോഴും കരഞ്ചേരിയുണ്ട്. അപ്പൊ പിന്നെ നിനക്ക് എന്താ പേടി? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. പിതാവിനും അറിയില്ല, നിനക്ക് ഈ ഭൂമി മലയാളത്തിലെ കാര്യങ്ങൾ അറിയില്ല, മനസ്സിലായില്ല. ഒരു സ്ഥാപനത്തിൽ നിനക്ക് വന്ന അധികാരപത്രം
വെച്ച് നോക്കിയിട്ട് വേണം നീതി കാര്യങ്ങൾ ചെയ്യാൻ. അധികാരപത്രം വല്ലതും തന്ന് അവിടെ നിന്ന് വരും. ഒരു കൺഫർമേഷൻ ഫേക്ക് ആയി. അപ്പൊ പിന്നെ എങ്ങനെ നീ വെള്ളി കൊടുത്തേ? അത് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്ഥാപനം ഏതില്ല എന്തൊക്കെ കാര്യങ്ങളെന്ന് അതിനറിയാം. അവരുണ്ടാക്കിയതായിരുന്നു. അത് ഉണ്ടാക്കിയതും നല്ലതും അറിയാൻ മുന്നേ മനസ്സിലായില്ല. നല്ല സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താലേ ഉണ്ടാക്കിയത് ഏതാ നല്ലത് ഏതാന്ന് അറിയാമോ? മനസ്സിലായോ? അപ്പൊ നിനക്ക് കർമ്മം ഞാൻ നടപ്പിലിരുന്നോട് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. ഈ വെള്ളിയുടെ കണക്ക് ഞാൻ ചോദിക്കുന്നു. മനസ്സിലായില്ല? നീ കൊടുത്തതിന് രേഖയുണ്ട എങ്ങനെ? ബാങ്ക് വഴി അപ്പൊ നിനക്കൊരു കടലാസം കൂടെ സ്ഥാപനത്തിന്റെ പേര് കൊടുത്തു കേസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതങ്ങനെ കൊണ്ട് പോട്ടെ. ഇതാ ഇത് നീ അധികം വൈകണ്ട, നിനക്ക് ഞാൻ തന്നേക്കാം. ഇതാ മേടപ്പുള്ളി കഴിഞ്ഞിട്ട് പോയാൽ മതി. ആരെങ്കിലും അതുകൊണ്ടാ പറഞ്ഞു. മനസ്സിലായില്ല? നിന്റെ സമയം പിതാവിനും സമാധാന സന്തോഷം ഉണ്ടാവും. ഇനി ചില്ലറ വെള്ളിയൊന്നുമില്ല പോയേ. മനസ്സിലായില്ല? ഇനി ആ വെള്ളി ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലം പോകണം? എത്ര കാലം വില്യം വേല ചെയ്യുന്ന ആ വെള്ളി ഉണ്ടാക്കണമെങ്കിൽ? മനസ്സിലായ? അതെങ്ങനെയാണ് കബളിപ്പിക്കുന്ന ഉണ്ണികൾക്ക് അതിനുള്ള മനസ്സുണ്ടാവും. ഉണ്ണി ഈ ഉണ്ണിയുടെ മാതിരി 10 ഉണ്ണികളിൽ നിന്ന് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് അത് തന്നെ തരം. അതല്ലേ അവിടുത്തെ കടലാസുകൊണ്ട് അവര് കള്ളത്തരത്തിലുണ്ടാക്കി കൊടുത്തപ്പോൾ അവരെന്തോരം ക്യാമന്മാരെ നോക്കുക. ഒരു ദേശത്തിൻ്റെ കടലാസുകൊണ്ട് കള്ളത്തരത്തിലുണ്ടാക്കി കൊടുത്തു. അതൊക്കെ ചേർത്ത് വെച്ച് കൊടുത്തേക്കണം അധികാരികൾ. ഞാൻ തരാം. അവരുടെ പ്രാർത്ഥനയും കൂടി തിരിഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പോണ്ട. മേടപ്പുള്ളി ഒരു തീരത്തെ പറഞ്ഞ കാര്യം അല്ല, അതിന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. അവരും കൂടി പ്രാർത്ഥന വെച്ചിട്ട് നശിച്ച് മുടിഞ്ഞ് മൂലാണ്ടപ്പെട്ട് പോകും. ഓക്കെ, ഇതാ അതിന് മുമ്പ് കാര്യങ്ങൾ ഞാൻ തരപ്പെടുത്തി തരാം. അത് കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അതായത് മേഡം അവസാനത്തോടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായ? അവരുടെ പേരൊക്കെ എഴുതി കൊടുത്തില്ലേ? നേരത്തെ എഴുതി കൊടുക്കാം. ഞാൻ അത് കൊടുത്തോ, ഞാൻ പ്രയത്നിച്ച് തരാം. കേട്ടാ, അതെന്നോട് ഓർമ്മിപ്പിച്ച് എൻ്റെ കണ്ണിൽ പറഞ്ഞോളൂ. ഞാനതിനെ പ്രവർത്തിച്ച് തരാം. ഈ മാസം അടുത്ത മാസം 21-ാം തീയതി 23-ാം തീയതി അവർ ആദ്യമായിട്ട് അതൊക്കെ നമ്മൾ 13-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മളോട്. പക്ഷെ അതിന് യാതൊരു ഇതൊന്നുമില്ല. അവരങ്ങനെ നമ്മളോട് പറഞ്ഞതായിരിക്കണം. അതിനാണ് തോന്നുന്നത്. അവരറിയിച്ചിട്ടൊന്നുമില്ല. അവര് അല്ല അപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തരാം. അപ്പോൾ അത് പിന്നെ നമുക്ക് വാദിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ 24-ാം തീയതി കൊടുക്കുക. അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് എന്തെങ്കിലും തട്ടിക്ക് വരാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങുന്നല്ലേ? അവിടെ കൊണ്ടുവരണം കൊണ്ട് പോവാം കേട്ടോ. അറിയണ്ടേ? അടുത്താളൊരു എൻ്റെ ജോലി മനസ്സിലായില്ല? നീ കൊടുത്തതിന് രേഖയുണ്ട എങ്ങനെ? ബാങ്ക് വഴി അപ്പൊ നിനക്കൊരു കടലാസം കൂടെ സ്ഥാപനത്തിന്റെ പേര് കൊടുത്തു കേസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതങ്ങനെ കൊണ്ട് പോട്ടെ. ഇതാ ഇത് നീ അധികം വൈകണ്ട, നിനക്ക് ഞാൻ തന്നേക്കാം. ഇതാ ഇപ്പോൾ
മേടപ്പുഴയിൽ കഴിഞ്ഞിട്ട് പോയാൽ മതി, വ്യാഴങ്ങൾ മാറി അതുകൊണ്ടാണ് പറഞ്ഞു. മനസ്സിലായില്ല നിന്റെ സമയം വന്നിട്ടുണ്ടാവില്ല. നക്ഷത്രം പറഞ്ഞു ഏത് പ്രാവില്ല. എന്താ കാര്യം? വ്യാഴം ബലവാനാ. കർമ്മമേഖലയിൽ കുഴപ്പമില്ല. കർമ്മമേഖലയിൽ കുഴപ്പമില്ല. വ്യാഴം 11 എത്ര വയസ്സായി? സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ്? അത് തന്നെ ചോദിച്ചോളൂ. നേരത്തെ ഉണ്ടായ കണക്കന്നെ ചോദിച്ചോളൂ. നീ ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് വരാം. മനസ്സിലായണ്ട? ഒരു ചുവന്ന പട്ടിൽ ഒരു മഞ്ഞച്ചെടിൽ താലി ചേർത്ത് വാങ്ങിയിട്ട് ഒരു ഒരു കൊടിയാട ഒരു പാത്രം കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൻ്റെ 4 ഭാഗത്ത് വരുന്നുണ്ട് മണ്ണ് 10, 5, 15 കർമ്മം പ്രവർത്തിക്കും. അതായത് 5 കർമ്മം നിൻ്റെ മംഗല്യത്തിന്, 5 കർമ്മം നിൻ്റെ കർമ്മമേഖലയ്ക്ക്, 5 കർമ്മം നിനക്ക് മറ്റുള്ളതായ ദോഷങ്ങളില്ലാതിരിക്കും. മനസ്സിലായ? കൂട്ടിയെടുത്ത് ഞാൻ വൈകുണ്ടാക്കി തരാം. ഭവനത്തിൻ്റെ 4 ഭാഗത്ത് വരുന്നുള്ളൂ മണ്ണ് കേട്ടോ. മതി, അതായിക്കോട്ടെ. അതിന് വഴി ഞാൻ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ പറഞ്ഞു. എന്നോട് പൊരുൾ കൊണ്ടുവരാൻ പറഞ്ഞു. അത് വാങ്ങിച്ചു ഒരു ഉണ്ണിപ്പൈകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ബലത്ത് വെച്ച് അവിടെ സമർപ്പിക്കുന്നുണ്ട്. ക്ഷേത്ര ഒരു വട്ടം പ്രതിഷ്ഠ വെച്ച് അവിടെ സമർപ്പിക്കും. ക്ഷേത്ര പ്രതിഷ്ഠ വെച്ചിട്ട് അവിടെ സമർപ്പിക്കും. ഫോട്ടോ ഞാൻ വാങ്ങിക്കോളാം. നക്ഷത്രം പറ. എത്ര വയസ്സായിരുന്നു? അതിൻ്റെ കഴിഞ്ഞ അതിന് മുമ്പ് നല്ല ഇഷ്ടമുണ്ടായിട്ടുണ്ടോ? കല്യാണത്തിന് മുന്നേ സ്നേഹം എന്നിട്ട് അതെന്ത്? അതിന് നീ ഒഴിവാക്കിയാ ഉണ്ണി ഒഴിവാക്കി? അപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇതറിയോ? പറഞ്ഞില്ലേ? ഒരു മുറിയിൽ തങ്ങിപ്പാക്കുന്നല്ലേ പറഞ്ഞ? അപ്പം മനസ്സിലായ? 3 സ്ത്രീ പ്രതിമ കൊണ്ടാൽ മതി. ഒരു 10 കർമ്മം പ്രവർത്തിച്ചു. മനസ്സിലാവണ്ട? ഒരു ഒരു പൊടിയാണ്, ഒരു പാത്രം നെയ്യ്. അതിൻ്റെ ഒരു ശാപമുണ്ട്.
നേരെ ആവാൻ പാടില്ല. ഒന്ന് ഉണ്ണിനെ ഒഴിവാക്കി, രണ്ട് ഉണ്ണി അവരെ ഒഴിവാക്കി. അതൊക്കെ അറിയാൻ ഉള്ളിക്ക്. ഇപ്പൊ ആരെങ്കിലും വന്നു കൂടിയുണ്ടാ? ഇപ്പൊ ആരെങ്കിലും വന്നു കൂടി പറഞ്ഞുണ്ടല്ലോ. മംഗലം കഴിഞ്ഞത് ഈ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരാരെങ്കിലും ഉരുളുള്ള കാര്യം പറ. അപ്പൊ പിന്നെ എന്തിനാ നീ ഭവനത്തിലെ ഉറപ്പിനെ കൊണ്ടുവന്ന്? അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും ചോദിച്ചത്. ആയിക്കോട്ടെ, അപ്പൊ അതിനാ ശല്യം ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങൾ വേറെ ഉണ്ട്. അതുകൊണ്ടേ നാളെ ഉണ്ണിക്ക് വേവലാതി ഉണ്ടാവരുത്. ഒരെണ്ണത്തിനെ കെട്ടിടിപ്പിച്ച് കൊണ്ടുവന്നത് അത് അതുപോലെ തന്നെ പോവും. ഈ കാര്യം ഞാൻ മനസ്സിലായ. അപ്പൊ ഉണ്ണിയുടെ കൂടെ കൂട്ടുനിൽക്കുന്ന ഉണ്ണികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? ആ കടന്നു വരുന്ന വഴിയിൽ തടിച്ച സ്ത്രീ ഏതാ? അല്ലാണ്ട് തടിച്ച സ്ത്രീ അല്ല. ഇത്തിരി തടിച്ച സ്ത്രീ ഏതാ വന്നുള്ളത്? എന്തായാലും വീട്ടിൽ പേരും